ഹലോ ഗായ്സ്, നമ്മൾ ജില്ലാ പൈതൃക മ്യൂസിയം പാലക്കാട് കൽപ്പാത്തിൻ്റെ അവിടെയാണ് കേട്ടോ. ജില്ലാ പൈതൃക മ്യൂസിയം നമ്മൾ അവിടെയാണ് വന്നിരിക്കുന്നത്. കയറുമ്പോൾ തന്നെ എൻട്രൻസ് കയറുമ്പോൾ തന്നെ നമുക്കൊരു സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ പാലക്കാടിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടോ, പൊറോട്ടം കളി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ക്രീനിൽ പുള്ളുവമ്പാട്ട് സ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ ഒരു സെറ്റപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്ക, ശുദ്ധമദ്ദളം, കൊമ്പ്, തിമില, ഒക്കെ ചുമർ ചിത്രങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല രസമുണ്ട്. പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയെ ഏറ്റവും കൂടുതൽ തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കണ്ടോ. പാലക്കാടിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ, പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഉത്ഭവവും ചരിത്രത്തിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. ഷൊർണൂർ ജംഗ്ഷനൊക്കെ കണ്ടോ, നല്ല പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൽപ്പാത്തി അഗ്രഹാര വീതി, പിന്നെ ഉദയം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു നോട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൽപ്പാത്തി രഥോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇവിടെ പുള്ളുവൻ കുട, പിന്നെ പുള്ളുവൻ വീണ കണ്ടോ, വീണ, ഇതൊക്കെ പണ്ടത്തെ കാലത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ മിഴാവ് ഉണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നവരാത്രി, ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണല്ലോ. നവരാത്രി, ഓണം, പിന്നെ നമ്മുടെ നവരസത്തിനെ കുറിച്ചിട്ട് ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ഭീമത്സം, അത്ഭുതം, ശാന്തം, ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. പിന്നെ ചിലങ്ക, കുറുങ്കുഴൽ, നമ്മുടെ പുള്ളുവൻ കമ്മ്യൂണിറ്റീൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് യൂസ്ഫുള്ളാവും. പിന്നെ തീയാട്ടിൻ്റെ ഒരു ചിത്രം കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കളം, ഇതാണ് കളം, ഇതാണ് കളം, കളം. പിന്നെ ഇവിടെ ഒരു ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ആൽമരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരം, തവിൽ, നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ആർട്ടിഫിഷ്യലാണല്ലേ ചേച്ചി? ഇത് ആർട്ടിഫിഷ്യൽ അല്ലേ മരം? ആർട്ടിഫിഷ്യലാട്ടോ, പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഉണ്ടോ മരവി. ഇതെന്താ ചേച്ചി മരവി? എന്താണ്? ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഉടുക്ക് പോലത്തെ ഒരു ഇതല്ലേ ഉപകരണം, മരവി. അതുപോലെ പിന്നെ പാണ്ടിക്കിണ്ണം. പിന്നെ ഇവിടെ പി നാഗേശ്വരം, നിങ്ങൾക്ക് കാണണ്ടോ എന്നറിയില്ല. പിന്നെ ഇവിടെ കൊഹാൽ, അതും അതേപോലെ പി പോലത്തെ ഒരു ഉപകരണമാണ്. പിന്നെ ഇവിടെ എന്താ തിടുമൻ തുടി. വീരമദ്ദളം. പിന്നെ പാലക്കാട് ഗോത്രങ്ങളുടെ കുറച്ച് ട്രൈബേഴ്സ് ഓഫ് പാലക്കാട്, ഇരുളർ, മുതുകർ, കുറുമ്പൻ, മലസർ, കാടാർ, ഇവരെ കുറിച്ചിട്ടൊക്കെ കുറച്ചിത്തിരി ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യയുടെ സംഗീതയാത്ര, ജേണി ഓഫ് മ്യൂസിക്, കുറച്ച് കാര്യങ്ങൾ എല്ലാം കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാകും. കുട്ടികൾക്ക് എക്സ്പെഷ്യലി കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതുമായിട്ട് അവർക്ക് കളർഫുള്ളായിട്ട് അവർക്ക് കണ്ട് രസിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. ശ്രുതി, ചേങ്ങില, മോർസിംഗ് ഇതൊക്കെ ഉണ്ടോ? ഇത് നോക്കൂ എന്ത് രസമായിട്ടാണ് നമ്മുടെ പഞ്ചവാദ്യത്തിൻ്റെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. നല്ല ഭംഗിയുണ്ട് കണ്ടോ. അതുപോലെ സോപാന സംഗീതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിൽ നിന്നും അകന്ന് നിൽക്കുന്ന കുറച്ച് വാദ്യോപകരണങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. തമ്പുര, ഹാർമോണിയം, ഘടം, മൃദംഗം, വീണ, പിന്നെ വീക്ക് ചെണ്ട, ഉരുട്ടു ചെണ്ട, മുറിച്ചെണ്ട, പിന്നെ കണ്യാർകളി, ചെണ്ടയുടെ കുറച്ച് കാര്യങ്ങൾ. കണ്യാർകളി പാലക്കാടിൻ്റെ തന്നെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഒരു കലാരൂപം കണ്യാർകളിയാണ്. പിന്നെ ചെണ്ട ഉണ്ടായതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താ ചേച്ചി? നമ്മൾ കാളവേല, കുമ്മാട്ടി സമയത്തും പിന്നെ ഇതെവിടെ ഉത്സവ സമയത്തൊക്കെ മെയിനായിട്ട്. പിന്നെ ഇത് മെയിനായിട്ട് എവിടെയായിരുന്നു? ചിനക്കത്തൂർ പൂരത്തിൻ്റെ അല്ലേ? ചിനക്കത്തൂർകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാളവേല എൻ്റെ സെറ്റ്. കാളവേലയുടെ കുറച്ച് ഐതിഹ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അർഭനമുട്ട്, ദഫ്മുട്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര വർക്കുണ്ടല്ലോ, ഭയങ്കര ഫിനിഷിങ് ആയിട്ടുണ്ട് ദഫ്മുട്ടിൻ്റെ എല്ലാം കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫേസൊക്കെ നോക്കും, ഒപ്പനയുടെ നല്ല ഭംഗിയുണ്ട് ആർട്ട്. പിന്നെ ഇവിടെ നവരസത്തിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഇത്തിരി മെസ്സേജുകൾ, പൊറോട്ട നാടകവും ജനകീയപരമായിട്ടുള്ള സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സഹജീവനം, സാഹോദര്യം, ശരിതെറ്റുകൾ തുടങ്ങിയവയുടെ നന്മകൾ പൊതുസന്ദേശം പ്രകാശനം ചെയ്യുന്നു. തുള്ളൽ നാടകത്തിനെ കുറിച്ചിട്ടും പൊറോട്ട നാടകത്തിനെ കുറിച്ചിട്ടൊക്കെ പൊതുവായിട്ടുള്ളൊരു മെസ്സേജ് ഇവിടെ നമുക്ക് ഇത്തിരി സ്ക്രീനിലൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കൂ. പാവക്കൂത്തിൻ്റെയൊക്കെ മുഖമുദ്രകൾ, തോൽപ്പാവക്കൂത്ത്, അതിൻ്റെ വിവരണം കൊടുത്തിട്ടുണ്ട്.
അതിൽ പൊറാട്ട നാടകത്തിൻ്റെ കുറച്ച് വിവരണം കൊടുത്തിട്ടുണ്ട്. എന്താ തുള്ളൽ, ഇതാണ് പൊറോട്ട നാടകത്തിൻ്റെ നമ്മൾ ഏറ്റവും പാലക്കാടിൽ ഏറ്റവും കൂടുതൽ ഏത് തരം ഉത്സവം വന്നാലും പൊറോട്ട നാടകം ഇല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കലാരൂപമാണത്. നല്ല രസമുണ്ടല്ലേ. പിന്നെ തവില്, അതിൻ്റെ ചുറ്റും തന്നെ തവില്, കുഴിത്താളം, പിന്നെ ഇവിടെ തുള്ളലിൻ്റെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഓട്ടംതുള്ളൽ, ശീതങ്കത്തുള്ളൽ, പറയാൻതുള്ളൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ പുരാണത്തിനെ കുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ടതിൻ്റെ ഒരു ചാർട്ട് പോലെ ഇവിടെ എല്ലാം ഒപ്പന, കണ്യാർകളി, കോൽക്കളി കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് കർണാട്ടിക് സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കണ്ടോ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഗീത കച്ചേരി, എങ്ങനെയാണ് ഒരു സംഗീത കച്ചേരിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഓവറോൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ കർണാട്ടിക് സംഗീതത്തിൻ്റെ ഉത്ഭവവും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എൻട്രൻസായി പുറത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ പുറത്തേക്കുള്ള വഴിയിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ പഴയ ആൾക്കാരിൻ്റെ കണ്ടോ. പാലക്കാട് പരമേശ്വര ഭാഗവതർ, അതുപോലെ പാലക്കാട് അനന്തര ഭാഗവതർ, KV നാരായണസ്വാമി രാമഭാഗവതർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, AD രാമനന്ദൻ, പാലക്കാട് മണി അയ്യർക്ക് ഫേമസാണ്, പാലക്കാട് രഘു, ഈ ഫേമസ് ആയിട്ടുള്ള എല്ലാവരുടെയും, ഫലശന പത്മനാഭമാരാർ, അപ്പുമാരാർ, മണിയന്മാരാർ, കുഞ്ഞൂട്ടന്മാരാർ, പല്ലാവൂർ സഹോദരന്മാരുടെ പിക്ചേഴ്സൊക്കെ, ചിതലി രാമരമാരാർ. ഇതോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അവസാന ഭാഗം കേട്ടോ. കേട്ടോ ലാസ്റ്റ് സന്ദർശിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കൽപ്പാത്തി മ്യൂസിയത്തിലേക്ക് വരിക, സന്ദർശിക്കുക. നല്ല രസമുണ്ട്. 20 രൂപയാണ് എൻട്രി ഫീസ്, കുട്ടികൾക്ക് 5 രൂപയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്.